ദിവ്യാഗ ബീച്ചിൽ അവിടെ അടുത്തുള്ള ഒരു ഗണപതി മന്ദിരാണത്. സ്വർണത്തിൻ്റെ ഇതായിട്ടുള്ളതാണ്, മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നല്ല ഗണപതി, നല്ല മന്ദിർ. ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കുക. നല്ല പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രമാണത് മന്ദിർ. നേരത്തെ വന്നിരുന്നതായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് മേടിച്ചൊരു ചാമ്പക്ക തന്നെ, വെള്ള ചാമ്പക്ക. इसको कहते हैं റോസ് ആപ്പിൾ. ഒത്തിരി കളർ, റെഡ് കളർ തുറവിന് ഇവിടെ. ദിവ്യാഗർ റോഡ് ആണ് ഞങ്ങൾ ബീച്ച്. ഞങ്ങൾ ഇനി പോണത് കോണ്ടിവല്ലി. ഇത് കോണ്ടിവല്ലി ബീച്ച്. ഞങ്ങൾ പോണത് ശ്രീവർദ്ധൻ. അപ്പോൾ പോകുന്ന വഴിയാണത് കാണുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വണ്ടി വേണമെങ്കിൽ നമുക്ക് ആ ബീച്ചിൻ്റെ സൈഡിലേക്കൊക്കെ ഇറക്കാം. നല്ല ഇതുള്ളത് കേട്ടോ. മുംബൈയിലുള്ളവർക്കൊക്കെ വരാൻ അധികം ദൂരമൊന്നുമില്ല ഈ ബീച്ചുകളിലേക്കൊക്കെ വരാൻ. ഒരു 5 മണിക്കൂർ കൂടിയ 5 മണിക്കൂർ, അത്രയൊന്നും വേണ്ട. എന്നാലും 5 മണിക്കൂർ കൂടിയ വല്ല പൊട്ടപ്പടി വണ്ടിയൊക്കെ വെച്ചാലാണ് ഒരു 5-6 മണിക്കൂർ പിടിക്കുക. ഞങ്ങളുടെ നല്ല വണ്ടിയൊക്കെ വെച്ചാൽ വേഗം 5 മണിക്കൂറൊന്നും വേണ്ട, എത്തും. പിന്നെ അടൽ കേവ് അല്ല, എന്ത് കേവല്ല, ആ റോഡ് അഡൽട്ടൺ റോഡിൽ കൂടെ വേണമെങ്കിൽ പുതിയ അടൽ സേതു റൂട്ടിൽ കൂടെ വരും ചെയ്യാം. ആ പുതിയ റൂട്ടിൽ കൂടെ നമുക്ക് ഇതാണ് കോണ്ടവല്ലി ബീച്ച്. കോണ്ടവല്ലി ബീച്ച്. ഞങ്ങൾ പോകുന്നത് ശ്രീവർദ്ധൻ ബീച്ചിലാട്ടാ. മറ്റേ ബീച്ചിൻ്റെ അവിടെ ഞങ്ങൾ പോകുന്നത് ശ്രീവർദ്ധൻ. നല്ല ബീച്ചൊക്കെ, നല്ല ക്ലീനാണ്. അല്ലാണ്ട് ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഞണ്ട്, ക്രാബ്, കുതിരവണ്ടിയൊക്കെ ഉണ്ട്. കുതിരവണ്ടി, മറ്റേ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ